കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ല, മെലിഞ്ഞ ശരീരപ്രകൃതം കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് കുട്ടികൾ ഇത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. വെയിറ്റ് ഗെയിൻ എന്തെങ്കിലും ടിപ്സ് പറയുമോ, എങ്ങനെയാ ഒന്ന് വെയിറ്റ് ഒന്ന് കൂട്ടിയെടുക്കുക, 25 ഇയേഴ്സായി ഇപ്പോൾ 35-30 കിലോയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ഒരു പക്ഷേ വെയിറ്റ് ലോസ് പോലെ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വെയിറ്റ് ഗെയിൻ. ഭക്ഷണം വാരി വലിച്ച് കഴിച്ചുകൊണ്ട് മാത്രം വെയിറ്റ് ഗെയിൻ പോസിബിൾ അല്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാൻ, വർക്കൗട്ട്സ് വെയിറ്റ് ഗെയിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഡയറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് കാലോറിക് സർപ്ലസിലായിരിക്കും. എന്ന് വെച്ചാൽ കാലോറി നമ്മുടെ ബോഡിക്ക് വേണ്ട കാലോറിയെക്കാട്ടിലും എക്സസ് ആയിട്ടുള്ള കാലോറി ഡെയിലി നിങ്ങൾ ഇൻടേക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് പ്രോട്ടീൻ സോഴ്സിന് വേണ്ടി ചിക്കൻ ബ്രസ്റ്റ്, മുട്ട, മീൻ, പയറുവർഗ്ഗങ്ങളൊക്കെ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ പയറിൽ ചെറുപയർ, വൻപയർ, ദെൻ കടലയൊക്കെ വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ദെൻ ഹെൽത്തി ഫാറ്റ്സ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക. അതിന് നട്ട്സ് ലൈക്ക് ബദാം, കാഷ്യൂ നട്ട്സ് ഒക്കെ കഴിക്കുക. ദെൻ നിലക്കടലയൊക്കെ വൈകിട്ട് സ്നാക്കായിട്ട് ചായയുടെ കൂടെയൊക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ സീഡ്സ് ലൈക്ക് പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ഒക്കെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ഡെയിലി ഇൻടേക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നേന്ത്രപ്പഴം, പാല്, കാഷ്യൂ നട്ട്, ബദാം. ദെൻ യു ക്യാൻ ഇൻക്ലൂഡ് ദെൻ സീഡ്സ് മിക്സ് ലൈക്ക് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്സ്, സെസമേ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്. ഈ 4 സീഡ്സ് ഡ്രൈ റോസ്റ്റ് ചെയ്യുക പാനിൽ. ദെൻ അതൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് രാവിലെ ഷേക്ക് മിക്സിന് വേണ്ടി അതിൽ നിന്നൊരു 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഡെയിലി ഈ മിക്സിയിൽ ഒഴിച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കി കുടിക്കുക. അത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് വെയിറ്റ് ഗെയിനിന് വേണ്ടി. കാർബോഹൈഡ്രേറ്റ്സിലേക്ക് വരുമ്പോൾ റൈസ് നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും ഒരുപരി കൂടുതലായിട്ട് റൈസ് ഇൻടേക്ക് ചെയ്യുക. പിന്നെ നേന്ത്രപ്പഴം, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നല്ല സോഴ്സാണ് കാർബോഹൈഡ്രേറ്റിന്. ദെൻ കുറച്ച് ഹാബിറ്റ് ചേഞ്ചസ് വരുത്തേണ്ടതാണ് വെള്ളം കുടിക്കുന്നത്. അത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക. അത് പെട്ടെന്ന് വയറ് നമുക്ക് നിറഞ്ഞതായിട്ട് തോന്നും. അങ്ങനെ ഭക്ഷണം നമ്മൾ കുറച്ചേ കഴിക്കത്തുള്ളൂ. സോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ 3 നേരം ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ദിവസത്തിൽ 5-6 തവണ എക്സസ് കലോറിയിൽ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക ഫുഡ്. ദെൻ ഉറക്കം ഒരു 7 to 8 hours നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങണം. അത് ബോഡിയിൽ മസിൽ ഗ്രോത്തിനും ബോഡി റിപ്പയറിനും ഒക്കെ വളരെ ആവശ്യമാണ് സ്ലീപ്പ്. ദെൻ എക്സസൈസുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അമിതമായിട്ട് കാർഡിയോ വർക്കൗട്ടുകൾ ഒഴിവാക്കിയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് വർക്കൗട്ട്സ് ചെയ്യുക. വീട്ടിലാണെങ്കിൽ ജിമ്മിൽ പോകാത്തവരാണെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഡംബൽസ് മേടിക്കാം. ദെൻ യു ക്യാൻ ഡു സ്ട്രെങ്ത് ട്രെയിനിങ്. ഓക്കെ, ജിമ്മിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ ജിമ്മിൽ പോയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് വർക്കൗട്ട്സ് ചെയ്യുക. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്ക് മസിൽ ബിൽഡ് ആവുന്നതായിരിക്കും. അത് നിങ്ങളുടെ വെയിറ്റ് ഗെയിന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു മാസമെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. സോ നിങ്ങളുടെ വണ്ണം വെക്കാൻ ബുദ്ധിമുട്ടുന്ന ആ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്കെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.